ഗൈസ് ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ഉഷാറല്ലേ ഗൈസ്? ഒറ്റ മൈൻഡ് കളിച്ചിട്ട് നോക്കുമ്പോൾ ആകെ പണിപാളി ഗൈസ്. സംഭവം എന്ന് വെച്ചെങ്കിൽ ഞാനൊന്നും അറിയാണ്ട് ഹിന്ദിക്കാരോ വാക്കൊക്കെ കേട്ടിട്ട് അവരെ നാട്ടിലേക്ക് പോയിട്ട് പോകുന്നുണ്ട്. അവരെ ഇവരൊക്കെ ഇനി എന്താ ഉണ്ടാവുന്ന അറിയില്ല. ഫുൾ സീനായിട്ടുള്ള ഇവിടെ ഫ്രണ്ടിൻ്റെ ബാഗും സാധനങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. കളക്ട് ചെയ്ത് തിരിച്ചു വരുന്ന വൈകി നമ്മളെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്തത് കുറച്ച് ഹിന്ദിക്കാരെ കണ്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ അവരായിട്ട് സംസാരിച്ചിരുന്നു. അവര് ഭയങ്കര സന്തോഷം പരിപാടി ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം. അവരുടെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ലീവായിട്ട് കുറച്ച് കുറെ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന അതിന്റെ സംഭവമാണെന്നുള്ള പറഞ്ഞാണ് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ആകെ മൂടായി അവരെ നാട്ടിൽ പോകും. ഭയങ്കര ഹൈപ്പിലേക്ക് കാണേണ്ട സ്ഥലമാണ് വന്നിട്ടില്ലെങ്കിൽ നഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ പറയും ഓട്ടറാക്കി. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റ മൈൻഡിൽ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ആസാമിലേക്ക് ട്രെയിൻ കയറിയത്. അറിയില്ല ഇനി എന്തെല്ലാം നടക്കാറുള്ളത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല, അവരിലൊക്കെ ഈ ബാഗിലുള്ളതെന്ന് പറയുന്നത് ടെന്റ് പരിപാടിയല്ല ഉള്ളത്. പക്ഷെ ഞാൻ ഈ ബാഗ് വാങ്ങിയിട്ട് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടേക്കെങ്കിലും കാശ്മീരിലോ അല്ലെങ്കിൽ എങ്ങോട്ടേലും ട്രിപ്പ് പോകാനുള്ള സംഭവത്തിന് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലാസ്റ്റ് നോക്കുമ്പോൾ ഇങ്ങനെയായി. ഒന്ന് നോർത്ത് ഈസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്രെയിനിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല രാത്രിയാണ് കയറിയത്, ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല സംഭവം. അവര് കാരണം ടിക്കറ്റ് ഒന്നും വേണ്ട, അതെല്ലാം നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അവര് സ്ലീപ്പർ കോച്ചിലുണ്ട്. അപ്പൊ സ്ലീപ്പർ ജനറലിൽ നോക്കുമ്പോൾ ആകെ ഡാർക്ക് സീൻ, കാല് കുത്താൻ പറ്റാത്ത തിരക്കാം. എന്ന് വെച്ചെങ്കിൽ വിവേക് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. വിവേക് എക്സ്പ്രസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അറിയാലോ, ഇതില് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും പരിപാടികളും ഉണ്ടായിരിക്കും. പിന്നെ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. എന്റെ ബാഗ് എന്ന് പറഞ്ഞാൽ 100 ലിറ്ററുള്ള മറ്റേ വലിയ ബാഗ്, ഏകദേശം ഇത്ര ഹൈറ്റുള്ള ബാഗ്. ആ ബാഗ് എടുത്തിട്ട് പ്രശ്നമാവും പറഞ്ഞുകൊണ്ട് നേരെ ഇപ്പുറം വന്ന് TTR ഒക്കെ ഉണ്ട് സംസാരിച്ചിട്ട് TTR പറഞ്ഞാൽ ടിക്കറ്റ് സെറ്റ് ആക്കി തരാം, ഫൈൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ TTRക്ക് പൈസ എല്ലാം കൊടുത്തിട്ട് AC യിലൊക്കെ സീറ്റെല്ലാം കിട്ടി ഫുൾ സെറ്റായി. മറ്റന്നാള് രാവിലെയാന്ന് തോന്നുന്നു നമ്മൾ രാവിലെ ഉച്ചക്കാറ്റാണ് നമ്മൾ അവിടെ എത്താൻ. അപ്പം കുഴപ്പമില്ല, പുറത്ത് നല്ല ചൂടാണ്. ചൂട് പറഞ്ഞെങ്കിൽ ചൂട് കാറ്റാണ് അടിക്കുന്നത്. ഇതിനായതുകൊണ്ട് അതിൻ്റെതായിട്ട് ഉപകാരങ്ങളുണ്ട്. പൈസ കൊടുത്തതുകൊണ്ട് വേർത്തായി. അല്ലാണ്ട് എനിക്ക് മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഈ ബാഗ് ഒന്ന് സേഫ് ആക്കി വെക്കണം. എന്ന് വെച്ചെങ്കിൽ മറ്റേ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ബാഗ് വെക്കാറ് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ അറിയില്ല എന്തെല്ലാം നടക്കാൻ, എന്തെല്ലാം സംഭവം. എനിക്കാണെങ്കിൽ ഇവരെ ഭാഷ അറിയില്ല, ഇവരെ സ്ഥലം അറിയില്ല. എല്ലാം നോക്കി ചെയ്യണം. ഒറ്റ മൈൻഡ് പണി തരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും കണ്ടറിയാം. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഓങ്കോൾ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഹലോ, നമ്മളെ മച്ചാനെ ഇവിടുത്തെ ട്രെയിൻ. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുത്തരണം. ആൾക്കാരൊന്നും കാണുന്നില്ല. ഇവിടുന്നുണ്ടോ നമ്മൾ സീറ്റിലിരിക്കണം. ഇവിടുന്ന് ഫുഡ് എത്തിച്ചേരും. നമ്മളെ ഫുഡ് അങ്ങനെ നമുക്ക് കിട്ടി. ഇങ്ങനെ നമ്മൾ ഫുഡ് കൊണ്ടുവരും. ചങ്ങായി കൊണ്ട് തന്നിട്ടുണ്ട്. ഇനിയാണ് ഫുഡ് കഴിക്കാൻ. എഗ് ദോശ സെറ്റാട്ടോ. എഗ് ദോശയും ബാക്കി 2 ദോശയും വലിയ സെറ്റപ്പൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഓക്കെ. കോൺസാ രാജ്മന്ദിർ. അങ്ങനെ നമ്മളിതാ രാജ്മന്ദിർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ എത്തിച്ചാൽ ഏത് സ്റ്റേഷനാന്ന് അറിയില്ല. ബൈ നാം ക്യാ? മുസമ്മിൽ ബായിയാണ് നമ്മളെ ഇതെല്ലാം പറഞ്ഞിരുന്നത്. യൂട്യൂബ് മേ ആയാ ഭായി. എനിക്കൊരു സന്തോഷം ഇല്ല, ഞാൻ മനസ്സിലായിട്ടില്ല. ചെറിയ സന്തോഷമില്ല, ഖുഷി ഹാപ്പി അതാണ് വേണ്ടത്. കോൺസാ സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശ്. നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള നമ്മളെ ജനറലി ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല. റഷ്, ഭയങ്കര റഷായിട്ടാണ് ഇവിടെ. അതാ എടുക്കാൻ പറ്റാത്ത തിരക്കാം. ഹലോ എല്ലാവരും. जनरल है ज़्यादा इधर जा नहीं सकता है। मलयाली मलयाली को मुश्किल नहीं है।
मलयालम मालूम है? मैं मलयाली सॉन्ग मालूम है भाई। हाँ मलयाली सॉन्ग मेरे को मालूम है। മലയാള സോങ് അറിയ പോലും എനിക്ക് പോകാലോ. വാട്ടർ 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 മിൽക്ക് വാട്ടർ. ആ തന്നെ ഇവിടെ മൊത്തം പ്രശ്നമായിട്ട് ഉള്ളത്. അങ്ങനത്തെ എല്ലാ അവസ്ഥയല്ല. നമ്മളെ സീറ്റും പരിപാടി കാണിച്ചു തരാം. ചങ്ങായി സീനാണല്ലോ. എന്നാ പിന്നെ വാ ബോലോ. ഗാന ഗാന ഗാനം ഗാന. ആ മലയാളം. തട്ടുകടയിലും ബംഗാളി, പെട്ടിക്കടയിലും ബംഗാളി, പോണം ബംഗാളി, പെട്രോളും ബംഗാളി, ബംഗാളി, എല്ലാ ടൈമിലും ബംഗാളി. ആ ബംഗാളി ആസാം ബംഗാളി. ഇവൻ സീനാട്ടാ. ആള് ഉഷാറ്. കോഴിക്കോട് കോഴിക്കോട് സമുദ്രം ആ എഫ്എമ്മിലാ എഫ്എമ്മില് പാടിയാ സീനേട്ടത്. सच में एफएम में പറഞ്ഞേ. ആ ആ ആ ഇവൻ എഫ്എമ്മിലെല്ലാം പാട്ട് പാടിയ ബംഗാളി വരൂ. അല്ല സോറി ചങ്ങായി ബംഗാളി അല്ല ആസാമിയാന്ന് പറഞ്ഞത്. നമ്മളെ ആൾക്കാരുടെ സെറ്റപ്പ് തന്നെ ആ അവസ്ഥ. ഏതൊരു റെയിൽവേ സ്റ്റേഷനിലെ എത്തിയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ട ജനറൽ ആൾക്കാരെല്ലാം സീനായിട്ടുള്ള ായിട്ടുള്ള നമ്മളെ മച്ചാന് ഫുൾ ടൈം ഉറക്കം വരുവാ കേട്ടോ. മച്ചാൻ എണീക്കല് കുറവാ. ഫുൾ ഉറക്കം. ഹലോ കണ്ടാ ഫുള്ള് നമ്മളെ ഫ്രണ്ട്സായിട്ടാണ് ഇവിടെ കളിക്കാൻ. ഏതാ ഒറീസയിലായിട്ടുള്ള ഇപ്പൊ ഞാൻ അവസ്ഥ കൊടുത്തത്. മദ്രാസ് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടില്ല. ഒറീസ कौन सा स्टेट है? मद्रास. ഒറീസയിലുള്ള നമ്മുടെ മച്ചാനങ്ങനെ പറഞ്ഞ മച്ചാൻ പറഞ്ഞ ഒറീസയിലുള്ള ഒറീസ തന്നെ ആയിരിക്കും. ഇനി എന്നും ഉണ്ട് ഒരു ദിവസത്തോളം. നാളെ 9 മണിക്കാണ് നമ്മളെത്താവണം. ഇത് എ സി വലിയ സീനില്ല, ജനറലില്ല, മുഷ്കിൽ വഫ ആയിട്ടുണ്ടാവണം. ആൾക്കാരെല്ലാണ്ട് പുറത്തിറങ്ങി വന്നിട്ട് കുളിക്കുന്ന ഒരുങ്ങിട്ട് കാണിച്ചു തരാം. ഫുൾ സീനാണ്. ഇതെല്ലാം സ്ലീപ്പറിലെ കാഴ്ചകൾ. എൻ്റെ മോനെ ചൂടെടുത്തിട്ടില്ല, വെന്ത് പണിപാടി. ആൾക്കാരെല്ലാം കണ്ടോ പുറത്തിങ്ങനെ ഇറങ്ങി വന്നിട്ടാവില്ല. ഫുൾ വിഷയമായിട്ടുള്ള മരണ ചൂടാ പുറത്ത്. നമ്മൾ എ സിയിലായതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മൾ ജനറലിലും അതേപോലെ തന്നെ സ്ലീപ്പറിലെല്ലാം പോകുമ്പോൾ അതിന് കറക്റ്റ് തിരിയും. ഇതിൻ്റെ ഓരോരോ അല്ല ഓരോരോ വിഷയങ്ങൾ എന്താ ചെയ്യാട്ടാ. ഒരാളെല്ലാം ഇരുന്നിട്ട് നോക്കിയാട്ടെ. ഞാൻ സ്ലീപ്പറും ജനറലിലും ഏകദേശം ഒരേപോലെ ആയി. എങ്കിൽ എ സി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാ കുലുമാലകൾ ഇവിടെ നടക്കുന്നു. നമ്മളെ മച്ചാമാരെ കാണുന്നില്ല. ഞാൻ ഓരോ തപ്പിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. പക്ഷെ നമുക്ക് ഓരെ കാണാൻ പറ്റിയിട്ടില്ല. ഒരേത് കമ്പാർട്ട്മെൻറ്റില്ല അല്ലെങ്കിൽ എവിടെയാണെന്നൊന്നും തിരിയുന്നില്ല. എന്നാലും പോട്ടെ, ഇനി പോരും തപ്പിപ്പോയില്ലെങ്കിലില്ല നിങ്ങൾ പണിയായി പോകും. അങ്ങനത്തെ നോട്ടം ആൾക്കാരെല്ലാം നോക്കുന്നത് ഒരുമാതിരി മറ്റേ ഒരു ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ള നോട്ടങ്ങളാണ് നോക്കുന്നത്. എനിക്കൊന്ന് ചൂടെല്ലെടുത്ത് വന്ന് ഒരിക്കൊണ്ടായിരിക്കും അറിയില്ല. ഫോണെല്ലാം അടിച്ച് ചാമ്പിക്കൊണ്ട് പോകുന്നുള്ളൊരു പേടിയാണ്. ഞാൻ നമ്മളെ ഭായിയാണിത്. ഹായ് ഹായ് പറ. ഹായ് നാം കേ? നാം വിഷ്ണു. വിഷ്ണു ഭായി നമ്മളെ വിഷ്ണു ഭായി നമ്മളോട് ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരുന്നില്ല. കിതറ ബംഗാൾ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിതറ ജൽപൈഗുരുവിലാണ് നമ്മളെ മച്ചാൻ്റെ വീട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളുള്ളത്. ഇത് ഗർമിയാ ജാസ്തി? कहाँ गरम नहीं, गरम है थोड़ा बहुत गरम है. वेस्ट बंगाल में सिलीगुड़ी एनजेपी वो गर्मी है. ठंडा है, बारिश नहीं है. बारिश हो रहा है शायद, सुना उधर. അങ്ങനെ ചൂട് ഇതല്ല മാറ്റം വരുന്നുണ്ടല്ലോ. അന്ന് കൈമലിനൊക്കെ യൂട്യൂബർ ചങ്ങായി ഉണ്ടോ? ചങ്ങായിൻ്റെ കൈമല് എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ ഹാത്മയ്ക്ക്
हाथ में इसका नहीं देखा, कलर नहीं देखा। जाएगा जाके आएगा, യൂട്യൂബർ കുറച്ച് മുഷ്കിലാണ്. പക്ഷെ അങ്ങനെ കൈമ കണ്ടിട്ടില്ല, കൈമല് ഫുള്ള് മറ്റേ സാധനമുണ്ട് കൈമലല്ല, അത് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താ ചെയ്യുക, ചെറിയ പിള്ളേർ വരെ ഡ്രഗ് മാഫിയയിലുള്ളത്. എവിടെയോ നിർത്തിയിട്ടല്ലേ, വേണ്ട എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടാണ് പോണത്. നമ്മളെ സീറ്റും പരിപാടിയെല്ലാം കാണിച്ചാണ്. നമ്മളെ സീറ്റ്, പിന്നെ നമ്മളെ സാർ സിയാദ് സാറും സുശാന്ത് സാറും ഊർവശി. ഇതാണ് നമ്മളെ സീറ്റ്. ഇങ്ങനെയാ പോകുന്നത്. നിങ്ങളെ സ്ഥലം? മലപ്പുറം ജില്ല. മലപ്പുറം. ഓക്കെ. ഇവർ രണ്ടാളും പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന. അങ്ങനെ നമ്മൾ മൂന്നാളാണ് മലയാളീസ് ആയിട്ടുള്ളൂ ഇവിടെ. അപ്പുറമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞതിന് അതൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട്സ് വൈബിലിങ്ങനെ പോകുന്നുണ്ട്, മൂന്നാൾക്കാർ ചില്ല് ചെയ്തിട്ട്. ഇതെവിടെയോ നിർത്തിയിട്ടിട്ടുള്ള ഏതാ സ്ഥലം എന്നുള്ളതൊന്നും അറിയില്ല. ട്രെയിന് പറയാനാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 6 മണിക്കൂറോളം ഡിലേ ആയി. എന്താ ചെയ്യുക, ഫുള്ള് ബ്ലോക്കായിട്ടുള്ളത് ഇവിടുത്തെ അവസ്ഥകളെല്ലാം മൊത്തം. ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളത്. ഫുൾ പാടങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. ട്രെയിൻ ലേറ്റായി എവിടെയും നിർത്തുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരെല്ലാം ഇറങ്ങുന്നത്. പക്ഷെ അമ്മാതിരി ചൂട് ട്രെയിനിലുള്ളത്. ഹലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. നമ്മളെ ബ്രോ പോകുന്നു, ബ്രോനെ കൊണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. ബ്രോൻ്റെ കാലിന് സുഖമില്ല, അപ്പം ബ്രോൻ്റെ വൈഫാണ് ഉള്ളത്. ഓക്കെ ഹാപ്പി ജേർണി. ഓക്കെ. ഭയങ്കര സ്നേഹം ഞങ്ങൾക്ക് നമ്മളവിടെ. ഓക്കെ ടാറ്റാ, ബൈ ബൈ. ചായ കുടിക്കാൻ പോകാം നമുക്ക്. 4ാമത്തെ ദിവസം ഇത് ട്രെയിനിൽ, 4ാമത്തെ ദിവസമല്ല 3ാമത്തെ ദിവസം ചാപ്പാക്കൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ഇന്നലെ പുലച്ചക്ക് എത്തേണ്ട സ്ഥലങ്ങളിത് ഇന്നലെ രാത്രിയായിട്ട് എത്തണം. 9 മണിക്കൂറാണ് ഇപ്പോൾ ഈ ട്രെയിൻ ലേറ്റ് ആയിട്ടുള്ളത്. 9 മണിക്കൂർ. നമ്മൾ രാവിലെ 9 മണിക്കായിരിക്കും നമ്മൾ എത്തേണ്ടത് ഗുവാഹട്ടിയിലേക്ക്. ഇപ്പോൾ സമയം 12 മണിയായി, ഇനിയും എത്തിയിട്ടില്ല. ഇനി വൈകുന്നേരം 6 മണിക്ക് 7 മണിക്കായിട്ടാണ് ഗുവാഹട്ടിയിലേക്ക് എത്തും. മൂന്ന് ദിവസം ഈ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ സമയം ഏകദേശം 8 മണിയായി, ഇതുവരെ എത്തിയിട്ടില്ല. എന്നിട്ട് ഇത് എവിടെയോ പിടിച്ചിട്ടിട്ട് ഇപ്പാണ് എടുത്തത്. ഇപ്പൊ ഒന്ന് എത്തുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പാണ് നമ്മളെ ഗുവാഹട്ടി എത്തിയിട്ട് നോക്കണം എന്താ ചെയ്യേണ്ടത്. ഫൈനലി ആഫ്റ്റർ എ ലോങ് ജേണി, എന്താ പറയുക, 3-4 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഗുവാഹട്ടി. അപ്പോൾ ഇവിടെ എത്തിയവരാണ് നമ്മളെ മച്ചാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ പറഞ്ഞ് മച്ചാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആരാ മച്ചാന്നുള്ളത് ഞങ്ങൾക്ക് വന്നിട്ട് കാണിച്ചു തരാം. നമ്മളെ ബ്രൗണ്ട് മെസ്സേജ്. യാദൃശികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. എന്താ ഏതാണെല്ലാം പയ്യെ ഞാൻ കാണിച്ചു തരാം.